ഹായ് വിവേഴ്സ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ എന്തോ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് 11 നമ്പർ കൂടുതലായിട്ട് ഏഞ്ചൽ നമ്പർ കാണാൻ സാധിക്കുന്നത്. ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു നമ്പറാണത്. നമ്പർ 277 ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഭദ്രകാളിയുടെ ഭക്തരായിട്ട് ആരെങ്കിലും ഉണ്ട്, ഭദ്രകാളിയുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദേവി പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ മോശമായിരിക്കാം, പക്ഷെ അമ്മ പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻസൊക്കെ മാറും. സമയം നേരെയാവുമ്പോൾ നിങ്ങളുടെ ഈ ഒരു മോശം സിറ്റുവേഷനൊക്കെ മാറും. നിങ്ങൾ എന്നിൽ വിശ്വസിക്കൂ എന്നാണ് അമ്മ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ അമ്മ പറയുന്നത്, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളുടെ മനസ്സിലെ എല്ലാ പേടിയും മാറ്റുന്നതാണ് എന്നാണ്. നിങ്ങൾ എന്തൊക്കെയാണോ ഡിസർവ് ചെയ്യുന്നത് അത് ഓരോ സമയമാകുമ്പോൾ ദേവി നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരുന്നതാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോവുക. അമ്മയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ട്. എന്നാലും നമ്മൾ അമ്മയെ പോയി തൊഴുക, നമ്മുടെ വിഷമങ്ങൾ പറയുക. നമ്മുടെ മേൽ ആരെങ്കിലും ആസുര പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അമ്മ ഉറപ്പായിട്ടും നമ്മളുടെ അടുത്തേക്ക് വരുന്നതാണ്. കാരണം നമ്മുടെ അമ്മയുടെ ആ ഒരു രൗദ്ര രൂപം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അപ്പോൾ തന്നെ അവിടെ വരും. അസുരന്മാരെ നിഗ്രഹിക്കാൻ അമ്മ രൗദ്ര രൂപം എടുത്തു. അതേപോലെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും മോശം കാണിക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് നീതി തരുവാൻ വേണ്ടി അമ്മ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റെഡ് കളർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു റെഡ് കളർ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് വൈറ്റ് കളർ യൂസ് ചെയ്യുക. ഇപ്പോൾ എപ്പോഴും കുങ്കുമം ഇടുമ്പോഴും ഇല്ലെങ്കിൽ റെഡ് കളർ വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചിട്ട് വൈറ്റ് കളർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഭസ്മം ഇടുന്നത് നല്ലതാണ്. വൈറ്റ് അല്ല്, പ്യുവർ വൈറ്റ് അല്ല് ഭസ്മം അതിടുന്നത് നല്ലതാണ്. തണുപ്പ് കിട്ടാൻ വേണ്ടി ചന്ദനം ഇടുന്നത് നല്ലതാണ്. റെഡ് കളർക്ക് ഒന്ന് കുറയ്ക്കുക. ഭയങ്കര ദേഷ്യം ചിലർക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ റെഡ് കളർ അവോയ്ഡ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ ഒരു കാര്യം നോട്ടീസ് ചെയ്യുക, മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ഹൊറർ മൂവി കാണുക, ഹൊററായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് നിങ്ങൾ അങ്ങനെയല്ല. മഹാഭാരതം, ശിവപുരാണം, ശ്രീകൃഷ്ണൻ ആരുടെ ഓടാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അവരുടെ ആ ഒരു സീരിയലൊക്കെ വരുമ്പോൾ കാണാൻ വേണ്ടി തോന്നും നിങ്ങൾക്ക്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോടായിരുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുണ്ട്. ഈ കാര്യം ഞാൻ പറഞ്ഞ ശരിയാണെങ്കിൽ നോട്ടീസ് ചെയ്യുക. മുമ്പ് നിങ്ങൾ മറ്റുള്ളവരെ കൊല്ലുന്നത് അതൊക്കെ കാണുന്നതിന് ഇഷ്ടം, പക്ഷെ ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ന്യായം സംഭവിക്കുന്നത് കാണുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. എവിടെയാണോ സത്യം വിജയിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ഊർജത്തിൽ കൂടുതലായിട്ട് പോസിറ്റിവിറ്റി വരുന്നത് കൊണ്ടാണ് നിങ്ങൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഈ കഴിഞ്ഞുപോയ 5 വർഷത്തിന് മുന്നേ നിങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ആ ഒരു സ്വഭാവം, നിങ്ങളുടെ ആ ഒരു ആഹാരം കഴിക്കുന്ന രീതി അതിലൊക്കെ മാറ്റം വന്നില്ലേ? നിങ്ങളെപ്പോഴും പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവുന്നില്ല എന്നാണ്. പരിവർത്തനം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കി ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന്. നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മുമ്പിൽ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ നിങ്ങളത് വച്ചിട്ട് വേറെ സാധനം അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്കൊരു പേടിയുണ്ട്, അതായത് നിങ്ങളുടെ സന്തോഷം ആരെങ്കിലും കണ്ണു വച്ചാൽ ഇനി നിങ്ങളുടെ ഉള്ള സന്തോഷവും കൂടെ പോകുമോ, അങ്ങനൊരു പേടി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പേടി ആദ്യം മാറ്റുക. കാരണം നിങ്ങൾക്ക് സംരക്ഷണമുണ്ട്, യൂണിവേഴ്സിൻ്റെ സംരക്ഷണം ഉറപ്പായിട്ടും ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഉള്ളത് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതായത് ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവർ അത് വേണ്ടാന്ന് വെച്ചാൽ പോലും നിങ്ങൾക്ക് ലഭിക്കും. കാരണം നിങ്ങളുടെ ഭാഗ്യത്തിലുള്ള കാര്യം ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. വളരെ സന്തോഷമായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. ഇവിടെ ചില ആൾക്കാർ കൃഷ്ണ ഭക്തരാണ്. കൃഷ്ണൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ, അവരുടെ കൃപയും നിങ്ങളുടെ മേലുണ്ട്. ഇവിടെ നിങ്ങൾ ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റിയാണ്. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാലും നിങ്ങളത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ നല്ലതായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. കൂടാതെ നിങ്ങളോട് ആരെങ്കിലും അവരുടെ പവർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് തിരിച്ച് നിങ്ങളുടെ പവർ കാണിക്കാൻ ശ്രമിക്കുന്നില്ല.
നിങ്ങൾ പറയുന്നത് ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. അവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവർക്ക് ദൈവം കൊടുത്തോളും. ഞാൻ തിരിച്ചൊന്നും കൊടുക്കാൻ പോകുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു സ്വഭാവമായിട്ട് മാച്ച് ചെയ്യാത്ത പല ആൾക്കാരുമുണ്ട്. ആ ഒരു മാച്ച് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളുടെ ശത്രുക്കളായി മാറുന്നത്. കാരണം എല്ലാവരും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരായിരിക്കത്തില്ല. ഇനി നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കുന്ന, നിങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര മോശം സാഹചര്യം വന്നാലും നിങ്ങൾ അതിനെയെല്ലാം പോരാടി വിജയിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ. അത്രയ്ക്ക് സ്ട്രെങ്ത് ഉള്ളവരാണ് നിങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റുള്ളവരാണെങ്കിൽ അവർ തോറ്റുപോകും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ലാസ്റ്റ് അങ്ങ് അറ്റം വരെ പോയിട്ട് വിജയിച്ച് വരും. ഇവിടെ എന്തായാലും ശ്രീകൃഷ്ണൻ്റെയും ഭദ്രകാളിയുടെയും പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൊണ്ട് എന്തോ ഒരു വലിയ ട്രാവൽ നിങ്ങൾ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കുറച്ച് ദിവസം കൂടുതലായിട്ട് ഉള്ള ഒരു ട്രാവൽ നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം പൂർത്തിയാവും. അങ്ങനെ നിങ്ങൾ ആ ഒരു വലിയ ട്രാവൽ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ട്രാവൽ നിങ്ങൾ എൻജോയ് ചെയ്യുകയും ചെയ്യും വളരെ ഹാപ്പി ആയിട്ട്. ഇവിടെ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് എന്തോ വലിയൊരു സന്തോഷം ലഭിക്കും. ആ ഒരു സന്തോഷം ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറും എന്നാണ് പറയുന്നത് ഏഞ്ചൽസ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരികയാണ്, ഞാൻ നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നടക്കുമോ എന്ന്. നിങ്ങൾ പേടിക്കേണ്ട. നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തോൾ, ഉറപ്പായിട്ടും നടക്കും. നിങ്ങളുടെ ഭാഗ്യത്തിൽ ഉള്ള കാര്യം ആണ് എങ്കിൽ അത് ഉറപ്പായിട്ടും ദൈവം നിങ്ങളുടെ അടുത്ത് എത്തിക്കും. ഒരു കറുത്ത മുഖമറ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയിട്ട് പ്രകാശം വരുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഈ ഒരു ജീവിതം നിങ്ങൾക്കൊരു മേൽവിലാസം തരും, ഒരു വ്യക്തിത്വം തരും. നിങ്ങൾ സെൻട്രൽ വരും. ഇപ്പോൾ നിങ്ങൾ ആൾക്കാരിൽ നിന്ന് ഓടി മറഞ്ഞിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ സെൻട്രലിൽ ഇനി വരാൻ പോവുകയാണ്. എവിടെ പോയാലും ബാക്കിലിരിക്കും. ഇനി നിങ്ങൾ ബാക്കിലല്ല, സെൻട്രലാണ് ഇരിക്കാൻ പോകുന്നത്. മറ്റുള്ളവരെല്ലാം നിങ്ങളെപ്പോലെ ആവാൻ ശ്രമിക്കും ഇനി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല എങ്കിൽ ഇനി അങ്ങോട്ടുള്ള സമയം നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടാകും, ബാങ്ക് ബാലൻസ് ഉണ്ടാകും. ഒരു ടീമിനെ ലീഡ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകും. നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പവർ ഉണ്ടാകും. ആൾക്കാർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കും. യൂണിവേഴ്സിൻ്റെ ഒരു ഹീലർ പോലെയുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും ഇല്ലാതാവരുത് എന്നാണ്. അത് ഒരിക്കലും ഇനി സംഭവിക്കത്തില്ല. ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ഇമേജസ് ത്രൂ ആണ് സൈൻ ലഭിക്കുന്ന. പല പല ഇമേജസും നിങ്ങളോട് പല കാര്യങ്ങളും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഇമേജസ് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്താണ് ആ ഒരു ഇമേജിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന്. നിങ്ങളുടെ വീട്ടിൽ ഏതോ ഒരു പിക്ചേഴ്സ് ഉണ്ട്. ആ പിക്ചേഴ്സിനോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംസാരം ഭഗവാൻ കേൾക്കുന്നു. ഭഗവാന്റെ പിക്ചറാണ്, അങ്ങനെയല്ലേ? അത് സത്യമല്ലേ? അപ്പോൾ ഇനിയും നിങ്ങൾ സംസാരിച്ചോളൂ. നിങ്ങളുടെ വാക്കുകൾ ഭഗവാൻ കേൾക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചോളൂ. നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും. ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടാകും. വെറുത്തു പോയവരൊക്കെ വെറുത്തു പോയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങളെ സ്നേഹിക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടാകും. നിങ്ങളത് ആലോചിച്ച് വിഷമിക്കേണ്ട. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.